الله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ദർസിൽ നമ്മൾ എടുക്കുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ്. അടുത്ത അധ്യായം ബാബു ഷുറൂത്തി സിഹ്ഹത്ത് സ്വലാഹ്. ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്, നിബന്ധനകൾ. സിഹ്ഹത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവുക, സ്വലാ നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ. ഷുറൂത്തുകൾ പണ്ഡിതന്മാർ രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന് ഷർത്ത് വുജൂബ്, രണ്ട് ഷർത്ത് സിഹ്ഹ. ഷർത്ത് വുജൂബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നിർബന്ധമാകാൻ വേണ്ട നിബന്ധനകൾ. ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടി, അവൻ്റെ മേൽ നിസ്കാരം നിർബന്ധമായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാകാൻ എന്തൊക്കെ വേണം? അതാണ് ഷർത്ത് വുജൂബ് എന്ന് പറയുന്നത്. ഒരു കാര്യം നിർബന്ധമാകാൻ അയാൾക്ക് എന്തൊക്കെ? ഇപ്പോൾ സക്കാത്ത്, എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമാണോ? ഇല്ല. ഇത്ര സമ്പത്ത് എത്തണം, അപ്പോഴേ സക്കാത്ത് നിർബന്ധമാവുന്നു. അതാണ് ഷർത്ത് വുജൂബ് എന്ന് പറയുക. എന്നാൽ ഷർത്ത് സിഹ്ഹ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. നമ്മളെ മേൽ നിസ്കാരം നിർബന്ധമാണ്, നമ്മൾ നിസ്കാരം നിർവഹിച്ചാൽ അത് സ്വീകരിക്കാൻ വേണ്ട നിബന്ധനകളെ കുറിച്ചാണ് ഷർത്ത് സിഹ്ഹ എന്ന് പറയുന്നത്. രണ്ട് തമ്മിൽ വ്യത്യാസം മനസ്സിലായെങ്കിൽ, നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ പ്രായപൂർത്തിയാകണം, അത് ഷർത്ത് വുജൂബാണ്, നിസ്കാരം നിർബന്ധമാകാൻ വേണ്ട നിബന്ധനയാണ്. എന്നാൽ അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അയാൾക്ക് വുദു ഉണ്ടായിരിക്കണം, അത് ഷർത്ത് സിഹ്ഹത്താണ്, ഒരു കാര്യം ശരിയാകാനുള്ള നിബന്ധനയാണ്. സാങ്കേതികമായ പദമാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതിൽ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ്. വഫീഹി ളാബിത്തുൻ വാഹിദ്, ഈ അധ്യായത്തിൽ ഒരു അടിത്തറയാണുള്ളത്. ശുറൂത്തു സിഹ്ഹത്തി സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ 9 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നിസ്കാരം ശരിയാകും, നിസ്കാരത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുൻപ് ഈ 9 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഷർത്ത് എപ്പോഴും അമലിൻ്റെ പുറത്തായിരിക്കും, അമലിന് മുൻപായിരിക്കും. നിസ്കാരത്തിൻ്റെ ഷർത്ത് നിസ്കാരത്തിൻ്റെ ഉള്ളിലായിരിക്കില്ല, നിസ്കാരത്തിന് പുറത്തായിരിക്കും. റുക്കിന് എപ്പോഴും ഉള്ളിലായിരിക്കും, ഷർത്ത് പുറത്തായിരിക്കും. ഷർത്തില്ലാതെ ഒരിക്കലും നിസ്കാരമാകട്ടെ ഏതൊരു കാര്യത്തിൻ്റെ ഷർത്തല്ല, അത് ശരിയാവില്ല, ഷർത്ത് പുറത്തായിരിക്കും. 9 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത്. നമുക്ക് ആദ്യം അതിന്ന് ഒറ്റയിരുപ്പിൽ വായിക്കാം. അൽ അവൽ അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. അസാനി അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കണം. അസാലിസ് അൽ തമീസ്, പകതിരിവുള്ള ആളായിരിക്കണം. ഇത് 3 നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതാണ്. 4 അറാബിഅ അത്തഹാറത്തു മഅൽ ഖുദ്റ, തഹാറത്ത് ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. നിസ്കരിക്കാൻ മുൻപ് ശുദ്ധി വരുത്തണം. കണ്ടില്ലേ, ശുദ്ധി വരുത്താതുള്ള നിസ്കാരത്തിൻ്റെ ഭാഗമാണോ? നിസ്കാരത്തിന് ഉള്ളിൽപ്പെട്ടതാണോ? അല്ല, വുദു നിസ്കാരത്തിൻ്റെ പുറത്തുള്ള അമലാണ്. പക്ഷെ നിസ്കാരത്തിന് മുൻപ് ശരിയായിരിക്കണം, അതാണ് ഷർത്ത് എപ്പോഴും അമലിന് പുറത്തായിരിക്കും എന്ന് പറഞ്ഞത്. 5 ദുഖൂലുൽ വഖ്ത്, നിസ്കാരത്തിന് സമയമാകണം, നിസ്കാരത്തിന് സമയം ആകണം. ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ, വഖ്ത് എന്ന് പറഞ്ഞാൽ സമയം, നിസ്കാരത്തിന് സമയം. 6 ശത്രുൽ ഔറ, ഔറത്ത് മറച്ചിരിക്കണം. ഇവിടെ മഅൽ ഖുദ്റ എന്ന് എഴുതിയത് സാധിക്കുമെങ്കിൽ. നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ദീനിലെ എല്ലാ നിയമവും അള്ളാഹു കൽപ്പിച്ച ഏതൊരു കൽപ്പനയും എന്താണ്? സാധിക്കില്ലേ? നിർബന്ധമല്ല, എനിക്കത് സാധിക്കില്ലേ നിർബന്ധമില്ല, സാധിക്കുന്നത്ര ചെയ്താൽ മതി. വഇദാ അമർതുകും ബിശൈഇൻ ഫഅതൂ മിൻഹു മസ്തതഅതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ സാധിക്കുന്നത്ര ചെയ്യാം. നിസ്കരിക്കാൻ എങ്ങനെ നിന്ന് നിസ്കരിക്കണം അല്ലേ? നിൽക്കാൻ പറ്റില്ലെങ്കിലോ ഇരിക്കാൻ പറ്റില്ലെങ്കിലോ കിടക്കുക. നിസ്കാരത്തിൻ്റെ ഏതൊരു കാര്യവും ഏതൊരു കൽപ്പനയും സാധിക്കുന്നിടത്തോളം ചെയ്താൽ മതി. ഹറാമോ? സാധിക്കുന്നിടത്തോളം ഉപേക്ഷിച്ചാൽ മതിയോ? പറ്റുമോ? ഇല്ല, ഹറാം ഒരിക്കലും സാധിക്കുന്നിടത്തോളം എന്നുള്ള നിബന്ധന ഹറാമിനില്ല. കാരണം എന്താ? ഹറാം ഉപേക്ഷിക്കാൻ പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമില്ല, ചെയ്യാതിരുന്നാൽ മതി. ചെയ്യാനല്ലേ കഴിവ് വേണ്ടത്, ചെയ്യാതിരിക്കാൻ വല്ല കഴിവ് വേണോ? കണ്ട, വെറുതെ ഇരുന്നാൽ മതി. പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ചിലർക്ക് ചില ഹറാമുകൾ ഉപേക്ഷിക്കാൻ പ്രയാസം തോന്നുന്നത്? ഇത് ശീലമാകുമ്പോഴാണ്. ഒരു കാര്യം ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാനുള്ളത് ഒരു പണിയാണ്. അത് നമ്മൾ എളുപ്പമുള്ള ഉദാഹരണം, 2 ആളുകൾ ഒരു ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുക. ഒരാൾ മദ്യപാനം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ, മുഴുക്കുടിയനായിരുന്നു. മറ്റൊരാൾ ഇന്നുവരെ മദ്യം രുചിച്ചിട്ട് പോലുമില്ല, എൻ്റെ അടുത്തേക്ക് പോലും പോയിട്ടില്ല. ബസ് പോകുമ്പോൾ
ഒരു മദ്യഷോപ്പിന് മുൻപിൽ ബസ് നിർത്തിയെന്ന് വിചാരിക്കുക. മദ്യം ഇന്നുവരെ രുചിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വശത്ത് അവൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കള്ളു വെച്ചാലും അവനെ അത് ബാധിക്കുന്നേയില്ല, അത് പ്രശ്നമല്ല. അവൻ ചിലപ്പോൾ എടുത്ത് പൊട്ടിച്ച് കളയണം. പക്ഷേ മദ്യത്തിൻ്റെ ഒരു ചെറിയ അടയാളം ദൂരെ എവിടെയെങ്കിലും കണ്ടാൽ ഒരു മുഴുക്കുടിയനായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറേ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, പോരുത്, നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ്. അയാൾക്കതൊരു പണിയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ, ഹറാം ചെയ്താൽ പിന്നെ ഉപേക്ഷിക്കൽ പണിയാണ്. ചെയ്യാത്തിടത്തോളം നമ്മൾ സലാമത്തിലാണ്, ബുദ്ധിമുട്ടില്ല. ചെയ്തു തുടങ്ങിയാൽ പിന്നെ അത് ഉപേക്ഷിക്കൽ പ്രയാസം, ഹറാമിൻ്റെ പ്രയാസങ്ങളിൽ പെട്ടതാണത്. അപ്പോൾ വാജിബുകളെല്ലാം സാധിക്കുന്നിടത്തോളം ചെയ്താൽ മതി. ഹറാമ ഉപേക്ഷിക്കാനുമാണ്, അത് യാതൊരു ഇളവും അതിലില്ല. ഇജ്തിനാബു നജാസ, ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുക. അന്നജാസ, നജസ് അകറ്റി നിർത്തുക, നജസ് ഉണ്ടാവാൻ പാടില്ല. 8 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. 9 അന്നിയത്തു, നിയത്ത് ഉണ്ടാവും. നിയത്ത് ചില മദ്ഹബുകളിൽ ഫർദാണ്, അത് നിസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ചില ആളുകൾ അത് ഫർദിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ നിസ്കാരത്തിന് പുറത്താണ് നിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിസ്കരിക്കുന്നതിന് കുറച്ച് മുൻപാണ് നിയത്ത് ഉണ്ടാവേണ്ടത്. വളരെ ദൂരമുള്ള സമയത്ത് 1 മണിക്ക് നിയത്ത് വെച്ചിട്ട് 2 മണിക്ക് ആ നിയത്തോട് നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ 1 മണിക്ക് ളുഹർ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്ന് 2 മണിക്ക് നിസ്കരിച്ചിട്ട് കൈയ്യട്ടിയതിന് ശേഷം ആലോചിക്കാൻ പറ്റില്ല. നിസ്കരിക്കുന്നതിന് കുറച്ച് മുൻപ് നിയത്തുണ്ടായിരിക്കും. ശരി, ഈ പറഞ്ഞ 9 കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് വിശദീകരണം ആവശ്യമുള്ളത്. ഒന്നാമത്തേത് അൽ ഇസ്ലാം, അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. 2 അൽ അഖ്ലു, ബുദ്ധി എന്ന് പറഞ്ഞു. 3 തമീസ് ഒക്കെ പറഞ്ഞതാണ്. 4-ാമത്തെ കാര്യം അത്വഹാറത്തു മഅൽ ഖുദ്റ, നിസ്കാരത്തിന് മുൻപ് ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തേണ്ടത് 2 കാര്യങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ 2 കാര്യങ്ങൾ. 1 അൽ ഹദസുൽ അക്ബർ, 2 അൽ ഹദസു അസ്ഗർ. ഹദസുൽ അക്ബർ എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ്. അത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1 ജനാബത്തുണ്ടാവുക, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ്, നിഫാസ്. ഹൈദ് എന്ന് പറഞ്ഞാൽ ആർത്തവരക്തം പുറപ്പെടുക, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം. ജനാബത്ത് 2 രൂപത്തിൽ സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ സ്ഖലനമുണ്ടാകുന്നതിലൂടെ, അത് ഒരാൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് സ്ഖലനം ഉണ്ടാവുക, ഉറക്കത്തിൽ സംഭവിക്കാം, സ്വപ്നസ്ഖലനം സംഭവിക്കാം. ഇത് 2 സംഭവിച്ചാലും കുളിക്കണം. 2ാമത് ജനാബത്ത് സംഭവിക്കാനുള്ള കാരണം അത് ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. പല ആളുകളും ചിലപ്പോൾ അറിയാതെ പോകുന്നൊരു മേഖലയാണത്, മസ്അലയാണത്. ഒരു പുരുഷനും സ്ത്രീയും പരിപൂർണമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും അവൻ ജനാബത്തുകാരനാണ്, കുളിച്ചിരിക്കണം. പരിപൂർണമായി ബന്ധപ്പെടുന്നതാണ് ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെയാണോ കുഞ്ഞുണ്ടാകാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നത്, അങ്ങനെ ചെയ്താൽ പരിപൂർണമായ അർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധം സംഭവിച്ചാൽ അത് ജനാബത്ത് ആയിക്കഴിഞ്ഞു, പുരുഷനുമായി സ്ത്രീക്കുമായി. പിന്നെ അവർ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും. ഇതാണ് വലിയ അശുദ്ധിയുടെ കാര്യം. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ വുദു എടുക്കേണ്ട കാര്യങ്ങൾ. ഇത് പ്രധാനമായും തഹാറത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ബുദ്ധി നഷ്ടപ്പെടുക, ബുദ്ധി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആൾക്ക് ബോധം പോവുക, അല്ലെങ്കിൽ ആൾ ആഴത്തിൽ ഉറങ്ങിപ്പോവുക, ഇതൊക്കെ ബുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. 2 വിസർജന സ്ഥലങ്ങളിലൂടെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവുക, മൂത്രവയ്ക്കുന്ന സ്ഥലത്തൂടെ അതല്ലെങ്കിൽ മലവിസർജനം നടത്തുന്ന സ്ഥലത്തുകൂടെയോ എന്തെങ്കിലും പുറത്തു പോവുക. എന്തെങ്കിലും പുറത്തു പോകാൻ പറഞ്ഞാൽ മൂത്രമാവാം, അല്ലെങ്കിൽ മലമാകാം, അതല്ലെങ്കിൽ ചില പറഞ്ഞ രക്തമാകാം. നജിസ എന്ത് പുറത്തു പോയാലും അത് വുദു മുറിക്കുന്നതാണ്. അതുപോലെ ഹംബലി മദ്ഹബിലെ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്, ഒട്ടകത്തിൻ്റെ ഇറച്ചി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചാൽ വുദു മുറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വുദു മുറിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവൻ ശുദ്ധി വരുത്തണം, നിസ്കരിക്കുന്നതിന് മുൻപ് ശുദ്ധി ഉണ്ടാക്കണം. എന്താ തെളിവ്? ഖുർആനിലെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്ന് തുടങ്ങുന്ന വുദൂ പഠിപ്പിക്കുന്ന ആയത്ത്. മുഅ്മിനീങ്ങൾ നിസ്കരിക്കാൻ എണീച്ചാൽ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ വുദൂ ചെയ്യണം എന്ന് വുദൂഇൻ്റെ രൂപം വിശദീകരിക്കുന്ന ആയത്ത്. നിസ്കരിക്കണമെങ്കിൽ വുദൂ എടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. നിങ്ങൾ ഒരാൾക്ക് വുദൂ നഷ്ടമായാൽ വുദൂ ചെയ്യുന്നത് വരെ അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇവിടെ നോക്കൂ, തഹാറത്തു മഅൽ ഖുദ്റ എന്നാണ് പറഞ്ഞത്. സാധിക്കുന്നിടത്തോളം, ഒരാൾക്ക് സാധ്യമാണെങ്കിൽ.
സാധ്യമാണെങ്കിൽ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. ഒന്നല്ലെങ്കിൽ ചിലർ പറയാറുണ്ട്, ഫിഖ്ഹിന്റെ കിതാബുകൾ ഫാഖിദു തഹൂറൈൻ എന്ന് പറയുന്ന ആൾ, ശുദ്ധി വരുത്താനുള്ള രണ്ട് കാര്യങ്ങൾ രണ്ടുമില്ല. ഏതാ രണ്ടും? ഒന്നേതാ? ഒന്ന് വെള്ളം, പിന്നെ ഏതാ? മണ്ണ്. രണ്ടുമില്ല, മണ്ണുമില്ല വെള്ളമില്ല. അല്ലെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മേത്ത് മണ്ണ് തൊടാൻ പറ്റില്ല, അവനെന്തെങ്കിലും ചികിത്സയിലാണ്, വുളുവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കേണ്ടതില്ല എന്നാണോ? അല്ല, അവർ എങ്ങനെയാണോ ഉള്ളത് അത് നിസ്കരിക്കണം. അവരേത് അവസ്ഥയിലാണോ ഉള്ളത് അങ്ങനെ നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഈ ഗണത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടരാണ് നിരന്തരമായി മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിരന്തരമായി വുളു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതിൽപ്പെട്ടതാണ് മുസ്തഹാദ, രക്തസ്രാവം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. നമ്മൾ കഴിഞ്ഞ തഹാറത്തിൻ്റെ അധ്യായത്തിൽ വിശദീകരിച്ചതാണിത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവ രക്തമുണ്ടായേക്കാം, അതല്ലെങ്കിൽ രക്തസ്രാവം സംഭവിച്ചേക്കാം. അത് രോഗമാണ്. അപ്പോൾ അത് വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങളും മറ്റുമൊക്കെ തഹാറത്തിൻ്റെ അധ്യായത്തിൽ വിശദീകരിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അവർക്ക് തുടർച്ചയായി രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഉദു എടുത്താൽ അപ്പം തന്നെ ഉദു പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദു എടുക്കുക, പിന്നെ തുടച്ച് വൃത്തിയായി നിസ്കരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നവർ ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. മൂത്രം വൃത്തിയാക്കുക. മൂത്രം എവിടെ നിന്നാണോ വരുന്നത് അവിടെ മൂത്രം വൃത്തിയാക്കുക, ഉദു ചെയ്യുക. അതിനുശേഷം വസ്ത്രത്തിൽ മൂത്രം തട്ടാതിരിക്കാൻ വേണ്ടി വല്ല ടിഷ്യോ അതല്ലെങ്കിൽ വല്ല ടവലോ എന്തെങ്കിലും അവിടെ വെക്കുക. എന്നിട്ട് അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. പിന്നെ വരുന്ന മൂത്രം ഒരു കാര്യമാക്കേണ്ടതില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ എപ്പോഴാണ് പാടുള്ളതൊക്കെ തഹാറയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അത് ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ കേൾക്കുക. അപ്പോൾ ഇതാണ് അത്വഹാറത്തു മഅൽ ഖുദ്റ എന്നതിൽ ഉൾപ്പെടുന്നത്. അഞ്ചാമത്തെ കാര്യം ദുഖൂലുൽ വഖ്തി, നിസ്കാരത്തിന് സമയമാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. പണ്ഡിതന്മാർ പലരും പറഞ്ഞതുപോലെ ഒരാൾ നിസ്കാരം അതിൻ്റെ സമയത്തിന് ശേഷം 1 മിനിറ്റിന് ശേഷമാണെങ്കിൽ പോലും നഷ്ടപ്പെട്ട ഒരു അസറിന് പകരമായി 1000 അസർ നിസ്കരിച്ചിട്ട് കാര്യമില്ല. സമയം കഴിഞ്ഞാൽ അതിന് പകരം എത്ര നിസ്കരിച്ചാലും നഷ്ടപ്പെട്ട നിസ്കാരത്തിന് പകരമാവുകയില്ല. സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ സമയം നമുക്ക് 5 നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ 5 നിസ്കാരത്തിന് 5 സമയമുണ്ട്. ഒന്നാമത്തെ നിസ്കാരം ളുഹർ മുതൽ നമുക്ക് ആരംഭിക്കാം. ളുഹർ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ജസ്റ്റ് പറഞ്ഞു പോവാ, ഹദീസ് തെളിവൊന്നും പറയാതെ. ളുഹർ എപ്പോഴാണ് ആരംഭിക്കുക? സൂര്യൻ മധ്യത്തിൽ നിന്ന് എവിടേക്ക് തെറ്റണം? പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയാൽ അതുമുതലാണ് ളുഹർ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ പിന്നെ സൂര്യൻ അയാളുടെ മുകളിലാണെങ്കിൽ സൂര്യൻ നേരെ മധ്യത്തിൽ വരുമ്പോൾ ഒരു ചെറിയ നിഴൽ കുറച്ച് ബാക്കിയുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നീട് കിഴക്കുഭാഗത്തേക്ക് നിഴൽ വലുതാകാൻ തുടങ്ങിയാൽ അതോടുകൂടി ളുഹർ ആരംഭിച്ചു. കിഴക്ക് ഭാഗത്തേക്ക് നിഴൽ വരാം. അതിന് പടിഞ്ഞാറ്, സൂര്യൻ പടിഞ്ഞാറത്തേക്കല്ല പോകുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് നിഴൽ വലുതാകാൻ തുടങ്ങിയാൽ അതോടുകൂടി ളുഹറിൻ്റെ സമയം ആരംഭിച്ചു. അത് ഏതുവരെ നിലനിൽക്കും? ളുഹറിൻ്റെ സമയം ഏതുവരെ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇന്ന് കാലത്ത് ക്ലോക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇൽമുകൾ പെട്ടതാണ്. ഏതുവരെയാണ് സമയം? ഒരു വടി നമ്മൾ കുത്തിവെച്ചാൽ അതിൻ്റെ നിഴൽ അതിൻ്റെ വലുപ്പമാകുന്നത് വരെ. ഹത്താ യസിറ ദില്ല അശൈഇ മിസ്ലഹു, ഒരു വസ്തുവിൻ്റെ നിഴൽ ആ വസ്തുവിൻ്റെ വലുപ്പത്തോടമാകുന്നത് വരെ ളുഹറിൻ്റെ സമയമാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറിയ നിഴലുണ്ടല്ലോ, അത് ഒഴിച്ചു നിർത്തിയിട്ടാണ് അത് കണക്ക് കൂട്ടേണ്ടത്. അതുവരെയാണ് ളുഹറിൻ്റെ സമയം. ളുഹർ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, നേരത്തെ ആക്കാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ വളരെ നേരത്തെ ആക്കാറുണ്ടായിരുന്നു. എപ്പോഴൊഴികെ? ചൂട് ശക്തമാകുന്ന സമയങ്ങളിൽ ഒഴികെ. ചൂട് കഠിനമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാ. നിങ്ങൾ ചൂട് കഠിനമായി കഴിഞ്ഞാൽ നിസ്കാരം ചൂട് കുറച്ചൊന്ന് തണുക്കുന്നത് വരെ നീട്ടിവെക്കുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത് കടുത്ത ചൂടുള്ള സ്ഥലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ഉപകാരം എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ കുറച്ച് നിസ്കാരം ഒന്ന് വൈകിയിരുന്നെങ്കിൽ അതിൻ്റെ ഉപകാരം എന്താണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവിടുന്ന് പറയുമായിരുന്നു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ചൂടിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥ നരകത്തിൻ്റെ
നിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയാണ് ദുഹർ. അസ്ർ ആരംഭിക്കുന്നത് എവിടെ മുതലാണ്? ദുഹർ എവിടെയാണോ അവസാനിച്ചത് അവിടെ മുതലാണ് അസ്ർ ആരംഭിക്കുന്നത്. പക്ഷേ അസ്റിന് 3 സമയങ്ങളുണ്ട്. അസ്റിന് 3 സമയങ്ങളുണ്ട്. ഒന്ന് വഖ്തു അഫ്ളലിയ്യ, ഏറ്റവും ശ്രേഷ്ഠമായ സമയം, അസ്ർ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അത് അസ്റിൻ്റെ ആദ്യ സമയം, അതായത് സൂര്യൻ നിഴൽ ഒരു വസ്തുവിൻ്റെ നേരെ അളവിന് എത്തിയത് മുതൽ അതുമുതൽ അതിൻ്റെ ഇരട്ടിയാകുന്നത് വരെ. ഒരു വസ്തുവിന് 1 മീറ്റർ നീളമുണ്ടെങ്കിൽ നിഴലിന് 2 മീറ്റർ നീളമുണ്ടാവും. അതുവരെയാണ് അഫ്ദലായ സമയം, ഏറ്റവും നല്ല സമയം. അസ്ർ നിസ്കാരം നേരത്തെ ആക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുമുതൽ പിന്നീട് ബാക്കിയുള്ളത് വഖ്തു ജവാസ്, അസ്ർ നിസ്കരിക്കാൻ അനുവാദമുള്ള സമയമാണ്. അത് സൂര്യന് മഞ്ഞ നിറം ബാധിക്കുന്നത് വരെയാണ്. വഖ്തുൽ ഇസ്ഫറാർ, സൂര്യൻ മഞ്ഞ നിറം ബാധിക്കുക കണ്ടിട്ടില്ലേ? സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നേരെ ഒരു മഞ്ഞ നിറത്തിലേക്ക് എത്തുന്ന സമയം, അതാണ് അസ്ർ നിസ്കരിക്കാൻ അനുവാദമുള്ള സമയം. അതുവരെ നിസ്കരിക്കാം. അപ്പം ഇനി ബാക്കിയുള്ളത് വഖ്തു ദറൂറ, അനിവാര്യ സാഹചര്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മഗ്രിബ് വരെ അസ്ർ പിന്തിക്കാൻ അനുവാദമുണ്ട്. ഒരാൾ വല്ല ഡോക്ടറാണ്, അയാൾ ഭയങ്കര തിരക്കിൽപ്പെട്ടു, രോഗിയുടെ അടുത്ത് മാറാൻ പറ്റിയില്ല, അപ്പോൾ അയാൾക്ക് ഈ സമയം വരെ വൈകിപ്പിക്കുക. അതല്ലെങ്കിൽ ഒരു നിലക്കും മാറാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടു, അനിവാര്യമായൊരു പ്രശ്നമുണ്ടായി, അയാൾക്ക് ഈ സമയത്തേക്ക് അസ്ർ വൈകിപ്പിക്കുക. അതല്ലാത്ത ആളുകൾ വൈകിപ്പിച്ചാൽ അവൻ്റെ അസ്ർ നിസ്കാരം സ്വീകരിക്കപ്പെടും. പക്ഷെ അവൻ നിസ്കരിച്ചത് തെറ്റ് ചെയ്തുകൊണ്ടാണ്. തൗബ ചെയ്യേണ്ട ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അസ്ർ ഇത്രയധികം വൈകിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, തിൽക സലാത്തുൽ മുനാഫിഖ്, അതാണ് മുനാഫിഖിൻ്റെ നിസ്കാരം. യർഖുബു ഷംസ്, സൂര്യൻ എങ്ങനെ അസ്തമിക്കുന്നത് വരെ അവൻ കാത്തു നിൽക്കും. സൂര്യൻ അവസാനത്തെ കഴിഞ്ഞാൽ കോഴി കൊത്തുന്നത് പോലെ കൊത്തി നിസ്കരിച്ച് തീർക്കും. അതാണ് മുനാഫിഖിൻ്റെ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്ർ നിസ്കാരം സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ചില പറഞ്ഞതായി കാണാം. വൽ അസ്ർ എന്നതിൻ്റെ തഫ്സീറിൽ ചിലർ പറഞ്ഞു സ്വലാത്തുൽ അസ്റാണത്, അസ്ർ നിസ്കാരമാണത് എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. അല്ലാഹു അഅലം. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്ന അർത്ഥം തന്നെയാണ് കൂടുതൽ ശരി. പക്ഷേ മുഫസ്സിരീങ്ങൾക്ക് ചിലർക്ക് അഭിപ്രായമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിസ്കാരങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കുക. വസ്സലാത്തിൽ വുസ്താ, മധ്യത്തിലുള്ള നിസ്കാരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ നിസ്കാരവും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പ്രത്യേകം മധ്യത്തിലെ നിസ്കാരം അള്ളാഹു എടുത്ത് പറയാണ്, അത് അസ്ർ നിസ്കാരം. സ്വലാത്തുൽ വുസ്ത എന്നത് അസ്ർ നിസ്കാരമാണ്. പ്രത്യേകം അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ നിസ്കാരമാണത്. കാരണം ആളുകളിൽ പലരും അശ്രദ്ധയിലാകുന്ന സമയമാണിത്. അപ്പോൾ ഇതാണ് അസ്ർ നിസ്കാരത്തിൻ്റെ കാര്യം, അതിൽ ശ്രദ്ധിക്കേണ്ടത്. അസ്ർ കഴിഞ്ഞാൽ പിന്നെ ഇതുള്ളത് മഗ്രിബ് നിസ്കാരമാണ്. മഗ്രിബ് എവിടെ മുതൽ ആരംഭിക്കുന്നത്? ശരി, അസ്റിൻ്റെ നിസ്കാരം അസ്ർ എവിടെയാണ് അവസാനിക്കുന്നത്? എപ്പോഴാണ് അവസാനിക്കുക? സമയം, അവസാനത്തെ സമയം 3 സമയം ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ സമയം? വഖ്തു അഫ്ളലിയ്യ, ഏറ്റവും അഫ്ളലായ സമയം. വഖ്തു ജവാസ്, നിസ്കരിക്കാൻ അനുവാദമുള്ള സമയം. വഖ്തു ദറൂറ, അനിവാര്യ സാഹചര്യത്തിൽ അകപ്പെട്ട ആളുകൾക്ക് നിസ്കരിക്കാനുള്ളത്. വഖ്തു ദറൂറ അതിൻ്റെ അവസാനം എവിടെയാണ്? എപ്പോഴാണ് അസ്ർ അവസാനിക്കുക? സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ്. സൂര്യൻ അതിൻ്റെ ചക്രവാളത്തിൽ അതിൻ്റെ പൂർണ്ണമായി താഴോട്ട് പോയാൽ അതോടുകൂടി അസ്റിൻ്റെ സമയം കഴിഞ്ഞു, മഗ്രിബ് ആരംഭിച്ചു. മഗ്രിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നിസ്കാരത്തിൻ്റെ വഖ്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ജിബ്രീൽ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തും വന്നു, അവസാന സമയത്തും വന്നു. ഒരു ദിവസം ആദ്യ സമയത്തും ഒരു ദിവസം അവസാന സമയത്തും. അതിൽ നിന്നാണ് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ നിർണ്ണയിക്കപ്പെട്ടത്. മഗ്രിബ് നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ വന്നത് 2 ദിവസവും ഒരേ സമയമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും മഗ്രിബ് നിസ്കാരത്തിന് സമയം, ചില ഷാഫഈ മദ്ഹബിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും പെട്ടെന്ന് മഗ്രിബ് നിസ്കരിക്കുന്നു, തീരെ വൈകിപ്പിക്കും. അല്ലാഹു അലം. മഗ്രിബിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ വഖ്തു സ്വലാത്തിൽ മഗ്രിബി മാ ലം യഗ്ബി ശഫഖ്, ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലേ, സൂര്യൻ കടലിൽ പോയി നോക്കിയിട്ടില്ലേ, സൂര്യൻ താഴോട്ട് പോയാൽ ഉടനെ ഇരുട്ടാവോ? ഇല്ല, വെളിച്ചമുണ്ട്. ആ വെളിച്ചം പതുക്കെ പോയി അവസാനം ചക്രവാളത്തിൽ ചുവപ്പ് മാത്രം ഇങ്ങനെ കാണും. അത് മുഴുവനായി മറയുന്നത് വരെയാണ്, അത് മുഴുവനായി ഇല്ലാതെയാകുന്നത് വരെയാണ് മഗ്രിബിൻ്റെ സമയം. മഗ്രിബിൻ്റെ സമയം. ഇശാഇൻ്റെ സമയം ഇതു മുതൽ രാത്രിയുടെ മധ്യസമയം വരെയാണ്, രാത്രിയുടെ മധ്യഭാഗം. ഇത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, സംസ്കാരത്തിൻ്റെ കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴുള്ള സമയങ്ങളിൽ
ചില ആൾക്കാരെങ്കിലും 12 മണി വരെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും യാത്രയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോയാൽ നിസ്കാരം ചിലപ്പോൾ വൈകിപ്പോവാൻ സാധ്യതയുണ്ട്. പാടില്ല. രാത്രി എത്ര സമയമുണ്ട്? 7 മണി മുതൽ ഏതാണ്ട് 4 മണി വരെ. എത്ര മണിക്കൂറുണ്ട് രാത്രി? 7 മണി മുതൽ 12 മണി വരെ എന്ന് പറയുമ്പോൾ 10 3 5 5 9 മണിക്കൂർ. 9 മണിക്കൂർ. 9 മണിക്കൂർ പകുതി എത്ര? 4.5 മണിക്കൂർ. അപ്പോൾ 7 മുതൽ 4.5 എന്ന് പറയുമ്പോൾ എത്രയായി? ഏതാണ്ട് 11 വരെ. ഇത്ര സമയമുള്ളൂ. ഇശാൻ്റെ അവസാന സമയം അവിടെയാണ്. അതാണ് രാത്രിയുടെ മദ്യം. ഇങ്ങനെ രാത്രിയുടെ മദ്യം കൂട്ടേണ്ടത്. അത്ര സമയമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നിസ്കാരത്തിൻ്റെ സമയം ഖളാ ആയിട്ടുണ്ട്. നിസ്കാരം ഇശാ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയുടെ മധ്യസമയം. ഇശാ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുബ്ഹ് വരെ അതിന് സമയമുണ്ടോ എന്നതിൽ. അല്ലാഹു അഅലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ വന്നതുപോലെ ഇശാ നിസ്കാരം അതിൻ്റെ അവസാന സമയം ഇലാ നസ്ഫിൽ ലൈലിൽ ഔസത്ത്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. രാത്രിയുടെ മധ്യം വരെയാണ്. ശരി, ഫജ്റിൻ്റെ സമയം എപ്പോഴാണ്? സുബ്ഹിൻ്റെ സമയം തുലൂഉൽ ഫജ്ർ الثاني, രണ്ടാമത്തെ പുലരി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് തുലൂഉൽ ഫജ്ർ الثاني, രണ്ടാമത്തെ പുലരി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. രണ്ടാമത്തെ പുലരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശരിക്ക് മദീനയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നിന്ന് നോക്കിയാൽ, സുബ്ഹിന് കുറച്ച് സമയം മുൻപ് നോക്കിയാൽ ആകാശത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. റോട്ടിലൂടെ യാത്ര വലിയ നീണ്ട റോഡൊക്കെ ആണെങ്കിൽ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ സുബ്ഹിന് കുറച്ച് മുൻപുള്ള സമയം ചക്രവാളത്തിൽ കുറച്ചു നേരം ഒരു തൂണുപോലെ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗം കാണാം. അതാണ് അൽ ഫജ്റുൽ കാദിം, ഒന്നാമത്തെ ഫജ്ർ. അത് യഥാർത്ഥത്തിലുള്ള പുലരിയല്ല. അതിനുശേഷം പിന്നീട് ചക്രവാളത്തിൽ പരന്ന രൂപത്തിൽ, എന്താ പറയുക, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും എന്ന് പറയില്ലേ, ഹൊറിസോണ്ടലായിട്ട്, ലംബമായിട്ട് എന്താ പറയുക, ലംബമായിട്ട് അല്ലേ, ലംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ, നേരെ ഇങ്ങനെ, എനിക്ക് മലയാളത്തിൻ്റെ ഇങ്ങനെ പരന്ന് കാണും. അതിനാണ് അൽ ഫജ്റു സാദിഖ് എന്ന് പറയുക. ശരിയായ ഫജ്ർ അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് നോമ്പ് ആരംഭിക്കുന്നത്. അതുമുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം. നിസ്കാരം എല്ലാ നിസ്കാരങ്ങളും നേരത്തെ ആക്കുക എന്നതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അഫ്ളലായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വലാത്തു ലിഅവ്വലി വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക. അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും അഫ്ളലായ അമൽ. പിന്നെ അവിടുന്ന് പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ നന്മ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞത് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ജിഹാദിനേക്കാൾ മുൻപ്, മാതാപിതാക്കളുടെ നന്മയേക്കാൾ മുൻപ് പറഞ്ഞ കാര്യമാണ്. കാരണം അള്ളാഹുനുള്ള ഹക്കാണ്. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അത്രയും അഫ്ളലായ അമലാണ്. ഈ പറഞ്ഞ അഫ്ളലിയത്ത് 2 സമയങ്ങളിൽ മാത്രമാണ് വ്യത്യാസപ്പെടുക. 2 സമയങ്ങൾ നിസ്കാരം വൈകിപ്പിക്കുക. ഏതൊക്കെയാണെന്ന് ഒന്ന് നേരത്തെ പറഞ്ഞു, ദുഹർ നിസ്കാരം ചൂട് കഠിനമായാൽ. പക്ഷേ ഇത് ഇമാമും മസ്ജിദിലുള്ള മഅ്മൂമീങ്ങളും ഒരുപോലെ യോജിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊറ്റയ്ക്ക് മാറി നിൽക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഇശാ നിസ്കാരമാണ്. ഇശാ നിസ്കാരം സാധിക്കുമെങ്കിൽ മഅ്മൂമീങ്ങളുമായി യോജിച്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇശാ നിസ്കാരം ഏറ്റവും വൈകിപ്പിക്കുന്നതാണ് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കൽ വളരെ വൈകിപ്പിക്കുകയും സഹാബികളോട് അവിടുന്ന് പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ ഇതാണ് അതിൻ്റെ സമയം, പക്ഷേ വൈകിയ സമയമാണ്. ഇതാണ് നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. അടുത്ത കാര്യം സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം. ഔറത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ അതിൻ്റെ ഭാഷയിലെ അർത്ഥം ഒരാൾക്ക് ലജ്ജയുണ്ടാക്കുന്ന, അയാൾ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഔറത്താണ്. നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞ വസ്തുർ അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അള്ളാഹുവെ എൻ്റെ ഔറത്തുകൾ മറച്ചു വെക്കണേ. ഏത് ഔറത്തേത്? ശരീരത്തിലെ ഔറത്ത് മാത്രമാണോ? അല്ല, അവൻ്റെ ന്യൂനതകളൊക്കെ ഔറത്തുകളാണ്. അവൻ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ന്യൂനതകളൊക്കെ ഔറത്തുകളാണ്. ഇവിടെ ഉദ്ദേശം ശരീരത്തിലെ ഔറത്താണ്. നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്തും സ്ത്രീയുടെ ഔറത്തും വ്യത്യാസമുണ്ട്. പുരുഷൻ്റെ ഔറത്ത് നമ്മൾ പണ്ട് മുതലേ കേട്ടുപിടിച്ചാണ്, മുട്ടുപൊക്കളിനിടയിലാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടും ഔറത്താണ്, പൊക്കിളും ഔറത്താണ്. പൊക്കിളുടെ താഴെയല്ല, പൊക്കിളടക്കം ഔറത്താണ്. അതുപോലെ മുട്ട് അടക്കം ഔറത്താണ്. മുട്ടടക്കം പറയണം. അത് നമ്മൾ ഇങ്ങനെ നീന്തുന്ന സമയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ഔറത്ത് മറക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി മറക്കേണ്ട കാര്യമാണ്. ഔറത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഔറ ഖലീദ, ഏറ്റവും കടുത്ത ഔറത്ത് വിസർജ്യ സ്ഥലങ്ങളാണ്, വിസർജന സ്ഥലങ്ങളാണ്. അതാണ് ഏറ്റവും കടുത്ത ഔറത്ത്. അത് ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്കും മാത്രമല്ലാതെ ഒരിക്കലും അത് പുറത്ത് കാണുക എന്നത് തീരെ പാടില്ല. അത് വീട്ടിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൾക്കാർ തുണിയൊക്കെ എടുത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവൻ മക്കളാണെങ്കിൽ പോലും ഔറത്ത് കാണുന്ന അവസ്ഥ ഉണ്ടാകരുത്, വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ നിസ്കാരത്തിന് ഔറത്ത് ഞാൻ മുട്ടുപൊക്കളിനിടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടും പൊക്കിളും അടക്കം, ഇതാണ് ഔറത്ത്. അതാണ് പുരുഷന്റെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത്, നിസ്കാരത്തിലെ ഔറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ അൽ മർഅതു കുല്ലുഹാ ഔറ, സ്ത്രീ മുഴുവൻ ഔറത്താണ്. അവളുടെ നിസ്കാരത്തിൻ്റെ ഔറത്താണ് ഞാൻ ഈ പറയുന്നത്. അവളുടെ മുഖവും കൈയും ഒഴികെ, നിസ്കാരത്തിലെ ഔറത്ത് മുഖവും കൈയും ഒഴികെ നിസ്കാരത്തിൽ മുഴുവനായി മറച്ചിരിക്കണം. എന്നാൽ അന്യപുരുഷന്മാരുള്ള സ്ഥലത്താണെങ്കിൽ അവൾ ശരീരം മുഴുവൻ മറച്ചിരിക്കണം, മുഖവും അടക്കം മറച്ചിരിക്കണം. എന്നാൽ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ എങ്കിലോ, അല്ലെങ്കിൽ മഹ്റം ഉള്ള സ്ഥലത്താണ് നിസ്കരിക്കുന്നതെങ്കിലോ മുഖം മറക്കേണ്ടതില്ല, കൈപ്പത്തി മറക്കേണ്ടതില്ല. ഇതാണ് സ്ത്രീയുടെ ഔറത്ത്, നിസ്കാരത്തിലെ ഔറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആദം സന്തതികളെ, നിങ്ങൾ നിസ്കാര സ്ഥലങ്ങളിൽ നിങ്ങളുടെ സീനത്ത് സ്വീകരിക്കുക. സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കുക. അപ്പോൾ ഔറത്ത് മറക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കാനാണ് പറഞ്ഞത്, ഏറ്റവും ഭംഗിയുള്ള വസ്ത്രത്തിൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഒരിക്കൽ ഒരാൾ വീട്ടിൽ ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾ ചോദിച്ചു, നീ നിൻ്റെ അതിഥിയെ ഈ രൂപത്തിൽ നീ സ്വീകരിക്കാൻ നിൽക്കുമോ? ഒരു അതിഥി വന്നാൽ ഇങ്ങനെ നിൽക്കുമോ നീ പോയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി? ഇല്ല, ഞാനിങ്ങനെ നിൽക്കുന്നത്. എങ്കിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നല്ല വേഷത്തിൽ നിൽക്കാൻ നീ എന്തുകൊണ്ട് അർഹനാണ്? നിൽക്കുന്ന ആരുടെ മുന്നിലാണ്? അള്ളാഹുവിൻ്റെ മുന്നിലാണ്. ഒരു അതിഥിയുടെ മുൻപിൽ നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു വേഷത്തിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുക എന്നുള്ളത്, പല ആളുകൾ മസ്ജിദിലേക്ക് വരുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. വീട് നിസ്കരിക്കുമ്പോഴും നിസ്കാരം നല്ല വസ്ത്രത്തിലാകാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു തീരെ അദബ് എന്ന് യോജിക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കരുത്. നിസ്കാരത്തിന് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഔറത്ത് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ യുസല്ലി അഹദുക്കും ഫി ثൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖൈഹി ഷൈഉൻ. നിങ്ങൾ ഒരാളും ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കരുത്. ലൈസ അലാ ആതിഖൈഹി ഷൈഉൻ, അവൻ്റെ രണ്ട് ചുമലുകളിലും ഒന്നുമില്ലാതെ ഒരൊറ്റ വസ്ത്രത്തിൽ മാത്രമേ നിസ്കരിക്കൂ. ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രം എടുത്ത് നിസ്കരിക്കരുത്, മേലൊന്നുമില്ല, ഒരു തുണി മാത്രം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ട് വസ്ത്രങ്ങൾ വേണം. ഒരാൾക്ക് ആകെ ഒരൊറ്റ വസ്ത്രമുള്ളൂ എങ്കിൽ അവനത് മുണ്ടായിട്ട് ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് വിശാലമായ വസ്ത്രമുണ്ടെങ്കിൽ അവൻ അതുകൊണ്ട് ഒന്നാകെ മൂടി പുതക്കണം. പക്ഷേ അവൻ്റെ ശരീരത്തിന് കുറച്ച് മറക്കാനേ ഉള്ളെങ്കിൽ അവന് മുണ്ടായിട്ട് ഉപയോഗിക്കണം. അത് മാത്രമുള്ളെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഉലമാക്കൾ ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായത്തിൽ ചുമലുകളിൽ ഒന്നുമില്ലാതെ നിസ്കരിക്കുക എന്നുള്ളത് മക്രൂഹാണ്, കറാഹത്തായ കാര്യമാണ്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരു മുണ്ടെടുത്താൽ അതിൻ്റെ മുകളിലൂടെ ഒരു ഷർട്ടോ അതല്ലെങ്കിൽ ഒരു ജുബ്ബയോ അതല്ലെങ്കിൽ സൗബോ ധരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം ഇജ്തിനാബുൻ നജാസ, നജസ് ഒഴിവാക്കണം. നജസ് ഒഴിവാക്കുക, നിസ്കരിക്കുന്നതിന് മുൻപ് നജസ് ഒഴിവാക്കേണ്ടത് 3 സ്ഥലങ്ങളിൽ നിന്നാണ്. ഏതൊക്കെയാണ് 3 സ്ഥലങ്ങൾ? മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല നമ്മൾ. 3 സ്ഥലത്ത് നജസ് ഒഴിവാക്കണം. ഏതൊക്കെയാണ്? നിസ്കരിക്കുന്ന സ്ഥലം, ശരീരം, വസ്ത്രം. 3 സ്ഥലത്ത്. ബദന്, സൗബ്, മക്കാൻ അല്ലെങ്കിൽ ബുഖ. ശരീരത്തിൽ നജസ് വൃത്തിയാക്കണം. ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ മൂത്രമാണെങ്കിലും ഒക്കെ വൃത്തിയാക്കിയിട്ടായിരിക്കണം നിസ്കരിക്കാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. വസ്ത്രത്തിൽ ഇപ്പോൾ നജസ് ഒരാൾ എന്തെങ്കിലും ഒരു കവറിലാക്കിയിട്ട് വഹിക്കാനും പാടില്ല. നജസ് ഒരു കാര്യം ഒരു കവറിലോ മറ്റോ ആക്കിയിട്ട് പോക്കറ്റിലിട്ടിട്ട് നിസ്കരിക്കാൻ പാടില്ല. ശരീരത്തിൽ വേറെ എവിടെ ആവുന്നില്ല, പക്ഷേ പോക്കറ്റിലാണ് അതുള്ളത്, കവറിലോ മറ്റോ. ഇപ്പോൾ ഉദാഹരണത്തിന് വല്ല മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോയി, അപ്പോൾ മൂത്രം ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് പോക്കറ്റിലിട്ട് നിസ്കരിക്കരുത്. നജസ് ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുട്ടികളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ചില ആളുകൾ
പറഞ്ഞു കുട്ടികളെ മേത്ത് നജിസുണ്ടെങ്കിൽ ചിലർ അത് ഒഴിവാക്കാൻ പറഞ്ഞതായി കാണാം. കുട്ടികൾ മൂത്രമൊഴിച്ച ആ കുട്ടീനെ അതേപോലെ എടുത്തിട്ട് നിസ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അള്ളാഹു ആലം. എന്തായാലും ശരീരത്തിൽ നജിസുണ്ടാവാൻ പാടില്ല, വസ്ത്രത്തിൽ നജിസുണ്ടാവാൻ പാടില്ല, നിസ്കരിക്കുന്ന സ്ഥലത്തും നജിസുണ്ടാവാൻ പാടില്ല. ഈ മൂന്നിനും ഹദീസുകളിൽ തെളിവുണ്ട്. നിസ്കരിക്കുന്ന സ്ഥലത്ത് നജിസുണ്ടാവാൻ പാടില്ല എന്ന തെളിവാണ് അറാബി മൂത്രമൊഴിച്ച ഹദീസിലെ ഒരു മസ്ജിദിൽ വന്നിട്ട് അറാബി മൂത്രമൊഴിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പറഞ്ഞത് ഇത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ അവർ തൊഴുത്തുകളിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ ആടിൻ്റെ തൊഴുത്തിൽ നിസ്കരിക്കുന്ന അനുവദിച്ചതായി കാണാം. കാരണം അതിൻ്റെ എനിക്കറിയാം, അത് ത്വഹാറത്തിൻ്റെ അദ്ദേഹത്തിൽ വിശദീകരിച്ചതാണ്. ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ അവയുടെ മലവും മൂത്രവും താഹിറാണ്, ശുദ്ധിയുള്ളതാണ്, നജിസല്ല. അപ്പം നിസ്കരിക്കുന്ന സ്ഥലത്ത് നജിസുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജിസുണ്ടാവാൻ പാടില്ല, ശരീരത്തിൽ നജിസുണ്ടാവാൻ പാടില്ല. ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, അയാളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു, അയാൾ അറിഞ്ഞിട്ടില്ല. നടന്നു പോകുമ്പോൾ എന്തിലെങ്കിലും ചവിട്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും നജസായ വസ്തു അയാളുടെ മേത്തേക്ക് തെറിച്ചു, അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. നിസ്കാരത്തിന് ഇടയിലാണ് അയാൾക്ക് മനസ്സിലായത് നജസിൻ്റെ ശരീരത്തിൽ. അയാൾ എന്തു ചെയ്യണം? അയാളുടെ അവസ്ഥകളെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. ശരീരത്തിൽ അയാൾക്ക് നജസുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ അറബികളാണെങ്കിൽ അവർ തലയിൽ ഷിമാഗ് ധരിക്കും, അതിലാണ് നജസുള്ളതെന്ന് മനസ്സിലായി. അത് ഊരി മാറ്റുക എന്നത് എളുപ്പമാണ്. ഊരി മാറ്റിയാൽ മാത്രമല്ല അവൻ്റെ ഔറത്തേതെങ്കിലും വെളിവാകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഔറത്ത് വെളിവാകാത്ത ഊരി മാറ്റുന്നത് എളുപ്പമുള്ള വസ്ത്രമാണെങ്കിൽ അവൻ നിർബന്ധമായും അത് ഊരി മാറ്റണം. അവൻ നിസ്കാരത്തിൽ തുടരാം, നിസ്കാരം മുറിക്കേണ്ടതില്ല. തെളിവെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കാൻ വന്നു. നിസ്കാരത്തിനിടയിൽ അവിടുന്ന് ചെരുപ്പ് ഊരി വെച്ചു. സഹാബികൾ അവരെല്ലാവരും ചെരുപ്പ് ഊരി വെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇക്കും നിആലക്കും, നിങ്ങളുടെ ചെരുപ്പൊക്കെ നിങ്ങൾ ഊരി വെക്കാൻ കാരണം എന്താണ്? അവർ പറഞ്ഞു, റഅയ്നാക ഖലഅത നഅലൈക ഫഖലഅന നഅലന. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങ് ചെരുപ്പ് ഊരി വെക്കുന്നത് കണ്ടു, അപ്പോൾ ഞങ്ങൾ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് നിസ്കാരത്തിൽ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ചെരുപ്പിൽ നജസുണ്ട്. അപ്പോൾ അവിടെ നിസ്കാരത്തിൽ കൈ കഴിച്ചില്ല, നിസ്കാരത്തിൻ്റെ ഇടയിലാണ് പറയുന്നത്, ചെരുപ്പ് ഊരി വെച്ചു. അപ്പം അതിനെന്ത് മനസ്സിലാക്കാം? നിസ്കാരത്തിനിടയിൽ ഒരാൾക്ക് നജസുണ്ടെന്ന് മനസ്സിലായാൽ നിസ്കാരത്തിൽ കൈ കഴിക്കേണ്ടതില്ല, അവൻ ഊരി മാറ്റാൻ പറ്റുന്നതാണ് ഊരി വെച്ചാണ്. നിസ്കാരത്തിനിടയിൽ അവൻ നജസുണ്ടെന്ന് മനസ്സിലായി, ഡ്രസ്സിൽ ഊരി മാറ്റാൻ പറ്റില്ല, എന്നല്ലെങ്കിൽ അവൻ്റെ മൊത്തം ഷർട്ടൊന്നാകെ ഊരണം, നിസ്കാരത്തിൽ നടക്കില്ല. അതല്ലെങ്കിൽ ഊരിക്കഴിഞ്ഞാൽ അവൻ്റെ ഔറത്ത് വെളിവാകും. എന്ത് ചെയ്യണം? നിസ്കാരം മുറിക്കണം. നിസ്കാരം ഇടയിൽ വെച്ച് മുറിച്ച് നജസ് വൃത്തിയാക്കിയതിന് ശേഷം നിസ്കാരത്തിലേക്ക് വരണം. ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞു നജസുള്ള വസ്ത്രത്തിൽ, എന്നെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രത്തിൽ മുന്നേ നജസ് ഉണ്ടായിരുന്നു, പക്ഷെ മറന്നിട്ട് അതേ ഡ്രസ്സിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. എന്ത് ചെയ്യണം? നിസ്കാരം അടക്കേണ്ടതില്ല. അതാണ് അള്ളാഹു ആലം ശരിയായ അഭിപ്രായമായി മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിന് ചിലർ തെളിവായി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ അവൻ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവന് മനസ്സിലായത് എങ്കിൽ അവൻ നിസ്കാരം അടക്കേണ്ടത്, നിസ്കാരം ശരിയാണ്, സഹീഹാണ്. അടുത്ത കാര്യം ഏതാണ്? ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പല ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലക്ക് നേരെ തിരിയാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഒരായത്തിൽ പറഞ്ഞു, വമിൻ ഹൈതു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈതു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ. നിങ്ങൾ എവിടെയാണെങ്കിലും ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബ് പ്രചാരത്തിലുള്ളത് കൊണ്ട് തന്നെ ഖിബ്ലയുടെ കാര്യത്തിൽ വളരെ ശക്തമായ കണിശത പുലർത്തുന്നത് കാണാം. അതായത് വളരെ ഇവിടുന്നൊരു വരട്ടാൽ നേരെ കഅബയിലേക്ക് എത്തണം എന്നതുപോലെ അതിൽ കണിശത കാണിക്കുന്നത് കാണാം. അത് വേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഹദീസുകളിൽ നിന്നും അസറുകളിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല, മഗ്രിബിനും മശ്രിഖിനും ഇടയിലുള്ളത് ഖിബ്ലയാണ്. അപ്പോൾ ഖിബ്ല അങ്ങോട്ടാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ ചെരിഞ്ഞത് കൊണ്ട് അവരുടെ നിസ്കാരം ബാത്തിലാവില്ല. ചില ആൾക്കാർ കുറച്ചൊന്നും അങ്ങോട്ട് നിസ്കാരം മുഴുവൻ തെറ്റി ഒന്നാകെ മടക്കണം എന്ന് പറയാം, അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ നിസ്കരിക്കും കുറച്ച് വലത്തോട്ട് തെറ്റിയിട്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ പൊതുവെ വലത്തോട്ട് കുറച്ച് തെറ്റിയിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ അത് ഒരാൾ നേരെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാവുന്നില്ല, എത്ര ആകുന്നിടത്തോളം അവൻ ഖിബ്ലക്ക്
ഖിബ്ലയുടെ ദിശയിലാകുന്നിടത്തോളം. എന്നാൽ ഈ പറഞ്ഞ നിയമം വിദൂര പ്രദേശങ്ങൾക്ക് മാത്രം ബാധകമാണ്. എവിടെ ബാധകമല്ല? മസ്ജിദുൽ ഹറമിൽ ബാധകമല്ല. മസ്ജിദുൽ ഹറമിൽ മാത്രമല്ല, ഒരാളിപ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ ചുറ്റുള്ള ഹോട്ടലിൽ താമസിക്കാമെന്ന് വിചാരിക്കുക. അവന് നേരെ മസ്ജിദുൽ ഹറം കഅബ കാണാൻ പറ്റുമെങ്കിൽ നേരെ കഅബക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ചിലപ്പോൾ തൂണിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കഅബ കുറച്ച് ഇങ്ങോട്ടായിരിക്കും, തൂണ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. മസ്ജിദുൽ ഹറമിൽ നേരെ കഅബയിലേക്ക്, മസ്ജിദുൽ ഹറം കഅബ കാണാവുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എങ്കിൽ കഅബയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇപ്പോൾ കഅബയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്. ഈ പറഞ്ഞതിൽ 4 ആളുകൾക്ക് ഇളവുകളുണ്ട്. 4 വിഭാഗം ആളുകൾ ഖിബ്ലക്ക് നേരെ തിരിയാന്നുള്ളത്. ഒന്ന്, ഖിബ്ലക്ക് നേരെ തിരിയാൻ പറ്റാത്ത ആളുകൾ. ഖിബ്ലക്ക് നേരെ തിരിയാൻ പറ്റാത്ത ആളുകൾക്ക് ഫിഖ്ഹിൻ്റെ കിതാബുകൾ പറഞ്ഞ ഒരു ഉദാഹരണം തടവിലിടപ്പെട്ട ആളുകളാണ്. ഒരാളെ പിടിച്ചിട്ട് തടവിലിട്ടു, ഇരുട്ടത്താണ്, അവന് ഖിബ്ല എവിടേക്കാണ് എന്ന് നിർണ്ണയിക്കാൻ യാതൊരു വഴിയില്ല. എങ്കിൽ അവൻ എവിടേക്കാണോ ഖിബ്ല എന്ന് അവന് തോന്നുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാം. അതല്ലെങ്കിൽ ഒരാളെ പിടിച്ച് തെങ്ങിലോ മറ്റോ പിടിച്ച് കെട്ടിയിട്ടു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആ ഉദാഹരണങ്ങളിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോൾ പോലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഇളവ് നൽകപ്പെട്ടില്ല എന്നുള്ളതാണ്. ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഇത് അങ്ങനെ തന്നെ എഴുതപ്പെട്ടേക്കാണ്. ഒരാൾ പിടിച്ച് തെങ്ങുമ്പോൾ പിടിച്ച് ഒരാളെ കെട്ടിയിട്ടു, മർബൂത്താണ്. അപ്പോൾ അവൻ ഖിബ്ലൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്. നിസ്കാരത്തിന് സമയം കഴിയുമെങ്കിൽ ആ കെട്ടിയിടപ്പെട്ട നിലയിൽ നിസ്കരിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുണ്ട് ഈ കാര്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതേപോലെ അവർ പറഞ്ഞ മറ്റൊരു ഉദാഹരണം, ഒരാൾ വല്ല മലവെള്ളപ്പാച്ചിലോ മറ്റോ കണ്ട് പേടിച്ചോടുകയാണ്. അതല്ലെങ്കിൽ വല്ല വന്യമൃഗത്തെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ശത്രുവിനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഓട്ടം ഖിബ്ലയുടെ നേരെ വിപരീത ദിശയിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ സമയം കഴിയുമെന്നായാൽ അവൻ നിസ്കരിച്ചിരിക്കണം. യാ സുബ്ഹാനല്ലാഹ്, അതൊരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കും. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഫിഖ്ഹിൻ്റെ കിതാബ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിസ്കാരത്തിൻ്റെ ഗൗരവം എന്താണ്. കാരണം അവർ പറഞ്ഞ സന്ദർഭങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു അത്ഭുതമില്ല. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനിടെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാതൊരു അത്ഭുതമല്ലേ പറഞ്ഞതിൽ? ഫിഖ്ഹിൻ്റെ കിതാബിൽ ഉണ്ടാവേണ്ട അത്ഭുതം എന്നല്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനിടെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്തായി, പിന്നെ മറ്റുള്ള ആൾക്കാർ പറയേണ്ടില്ല. നിസ്കരിക്കുമ്പോൾ വേറെ ചില ഉദാഹരണങ്ങൾ കാണാം. ഒരാൾ ഒരു സിംഹത്തിനെ പേടിച്ചിട്ട് ഒരു മറയിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു ഇലൻ്റെ മറയിൽ ഇങ്ങനെ അനങ്ങിയാൽ സിംഹം അവനോട് ഉണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ അനങ്ങാൻ പറ്റില്ല, എങ്ങനത്തെ നിൽക്കണം, എങ്കിൽ അങ്ങനെ നിസ്കരിക്കണം എന്നാണ്. വല്ലാഹ് കിതാബുകൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിന്നിട്ട് നിസ്കാരത്തിൻ്റെ ദിക്ർ ചൊല്ലി നിസ്കരിക്കണം, അനങ്ങാൻ പാടില്ല, എന്നാലും നിസ്കരിക്കണം. ഖിബ്ലക്കൊന്നും തിരിയാൻ പറ്റില്ല, എങ്ങനെയാണോ അവനുള്ളത് അങ്ങനെ തന്നെ നിസ്കരിക്കണം. അപ്പോൾ ഖിബ്ലക്ക് നേരെ തിരിയാൻ പറ്റാത്ത ആളുകളുണ്ട് എങ്കിൽ അവർക്കതിന് സാധ്യമല്ല. അതുപോലെ ഈ കാലഘട്ടത്തിൽ ആശുപത്രികളിൽ പെടുന്ന പല ആൾക്കാരും പലരും നിസ്കാരം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം ഇതാണ്. നമ്മളെ ഖിബ്ലക്ക് നേരല്ലല്ലോ കിടക്കുന്ന, ICUലല്ലേ, പറ്റില്ല, നിസ്കാരം നിസ്കരിക്കാനാണ്. അങ്ങനെ ബോധമുണ്ടോ? തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ബുദ്ധി ബാക്കിയുണ്ടോ നിസ്കരിച്ചിരിക്കണം, അത്രേ വേണ്ടതുള്ളൂ. നിസ്കാരത്തിന് ആകെ ഒരൊറ്റ ഷർത്ത് അത്രേ ഉള്ളൂ, ബുദ്ധി ഉണ്ടോ നിസ്കരിച്ചിരിക്കണം. രണ്ടാമത് ഇതിൽ ഇളവ് നൽകപ്പെട്ടയാൾ ഭയത്തിൻ്റെ അവസ്ഥയിൽ അകപ്പെട്ടയാളാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ആൾ, വല്ല ശത്രുവിനെ പേടിച്ചിട്ട് ഓടുകയും മറ്റു ചെയ്യുന്ന ആൾക്കാർ. മൂന്നാമത്തെ ആൾ, ഒരാൾ ഖിബ്ല അറിയാൻ പറ്റാത്തൊരു സ്ഥലത്ത് അകപ്പെട്ടു, എന്നിട്ട് അവർ ഖിബ്ല പല അടയാളങ്ങൾ നോക്കി കണ്ടെത്താൻ ശ്രമിച്ചു, എന്നിട്ട് തെറ്റിപ്പോയി. ശ്രമിച്ചിട്ട് തെറ്റിയതാണെങ്കിൽ പിന്നെ നിസ്കാരം അടക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു രാത്രിയിൽ സ്വഹാബികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഖിബ്ല എവിടെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. അവരവർക്ക് ശരിയാണെന്ന് തോന്നിയ അഭിപ്രായത്തിൽ ഓരോരുത്തർ നിസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് അവർ കാര്യം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഫഅൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖം അവിടെയുണ്ട്, എവിടേക്ക് തിരിഞ്ഞാലും. അപ്പോൾ ഒരാൾ 5 ആൾ യാത്ര പോയി 5 അഭിപ്രായത്തിലായി എന്ന് വിചാരിക്കുക. 5 ആളോ 5 തരത്തേക്ക് നിസ്കരിക്കുക. പിന്നെ ശരിയായെന്ന് മനസ്സിലായാലും, ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് മനസ്സിലായാലും അവർ ആ നിസ്കാരം മടക്കേണ്ടതില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? 5 ആൾക്കും 5 അഭിപ്രായമാണെങ്കിൽ അവർ ഒരഭിപ്രായം പറഞ്ഞ ആളെ മറ്റൊരു അഭിപ്രായക്കാരൻ ജമാഅത്തായി പിന്തുടരാൻ പാടില്ല. ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആൾ അവനെ ഇമാമാക്കാൻ പാടില്ല. ഒരാൾ എതിർ ദിശയിലേക്കോ മറ്റു ദിശയിലേക്കോ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ. നാലാമത്തെ ആൾ അൽ മുതത്തവ്വിഉ ഫി സഫർ, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക്
യാത്രയിൽ 2 നിബന്ധനയാണ് പറഞ്ഞത്. ഏതൊക്കെ? 1 സുന്നത്താണ്, 2 യാത്രയാണ്. ഈ 2 സന്ദർഭങ്ങളിൽ, ഈ 2 നിബന്ധനകൾ ഒത്തുവന്ന സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് നേരെ തിരിയണമെന്നില്ല. ഉദാഹരണത്തിന് മക്കയിൽ നിന്ന് തിരിച്ച് മദീനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മദീനയിൽ നിന്ന് മക്കയ്ക്ക് പോകുമ്പോൾ ഖിബ്ലക്ക് നേരെയാണ് ഏതാണ്ട് യാത്ര. പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നയാൾ അയാൾക്ക് എന്ത് ചെയ്യുക? വണ്ടിയിലിരുന്നിട്ട് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാം. അയാൾ ഖിബ്ലക്ക് നേരെ. ഏത് നിസ്കാരം? സുന്നത്തായ നിസ്കാരം. ഫർദ് നിസ്കാരം പറ്റില്ല. സുന്നത്തായ നിസ്കാരം അയാൾക്ക് ഖിബ്ലയിലേക്ക് തിരിയാതെ തന്നെ നിസ്കരിക്കാം. നിസ്കാരം യാത്രയിലൊക്കെ നിർവഹിക്കാൻ പറ്റും. നമ്മൾ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ വണ്ടിയിലിരിക്കും, ബസ്സിലിരിക്കും, വെറുതെ ഇരിക്കാൻ ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? കൈയ്യട്ടെ നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാം. അവന് ഖിബ്ലക്ക് നേരെ തിരിയുക എന്ന നിർബന്ധമില്ല. അവരെ ട്രെയിനിൽ വരുമ്പോൾ നിസ്കരിക്കാം. അവന് സുന്നത്തായ കാര്യങ്ങളിൽ ഇത്തരം ഇളവുകൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സുന്നത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്തരം സുന്നത്തുകൾ സഹോദരങ്ങളെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക, തീരെ ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പഠിച്ച ഒരു ഇൽമ് എപ്പോഴെങ്കിലും ഒന്ന് അമലാക്കുക. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഇത് കേട്ടിട്ട് ഒരു യാത്രയിൽ പോലും ഇത് ഉപയോഗപ്പെടുത്താതിരിക്കരുത്. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും, എപ്പോഴും ഉപയോഗപ്പെടുത്തിയാൽ അത്രയും ഹൈർ. പക്ഷെ ഒരു ഇൽമ് ഒരിക്കലും ഒരു തവണയെങ്കിലും അമലാക്കാതെ വിടരുത്. എൻ്റെ അകത്ത് ഒരു തവണ അമലാക്കി പിന്നെ തിരിഞ്ഞു നോക്കരുതെന്നല്ല, അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ ഒരു തവണയെങ്കിലും അമലാക്കാതെ ഒരു വേസ്റ്റ് ആവരുത് ഇൽമ്, ഏത് ഇൽമാണെങ്കിൽ. കാരണം പല സുന്നത്തുകളും ചില ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്ന് അമലാക്കാൻ, അന്നൊരു ദിവസങ്ങൾ അമലാക്കി വെക്കുക, പിന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹ് തൗഫീഖ് ചെയ്ത് പിന്നെ ഒരു ദിവസം അമലാക്കാം. പക്ഷെ ഒരിക്കൽ പോലും അമലാക്കാതെ ഒരു ഇൽമ് ഉപേക്ഷിക്കരുത്. ഇതാണ് ശുറൂത്തു സിഹ്ഹത്ത് സ്വലാ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ فاطر السماوات والأرض عالم الغيب والشهادة رب كل شيء ومليكه أشهد أن لا إله إلا أنت نعوذ بك من شر أنفسنا ومن شر الشياطين وشركه وأن نقترف على أنفسنا سوءا أو نجره إلى مسلم. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه ما لم نعلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.